അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ. ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ വീഡിയോൻ്റെ താഴെയായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അള്ളാഹു നിറവേറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ കടം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാൽ അതാകെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് അല്ലേ. മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല. എത്ര തന്നെ സുഖം ഉണ്ടെങ്കിലും ആ കടത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരു രൂപയായാൽ പോലും അതിന് വല്ലാണ്ട് ഒരു ഇടങ്ങേറായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പണയം വെച്ചത് എടുത്തു കൊടുക്കാൻ പറ്റാത്തവർ. ഇപ്പം തന്നെ ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ടമുണ്ട് അത് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്, മനസ്സിനൊരു സമാധാനവുമില്ല, വല്ലാണ്ട് വിഷമത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഒരു വഴി തുറന്നു നൽകട്ടെ. ഹലാലായിട്ടുള്ള ഒരിക്കലും വിചാരിക്കാത്ത എളുപ്പ വഴി അള്ളാഹു അവരുടെ മുന്നിൽ തുറന്നു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെ നിരവധി പേര് ഓരോരോ കാര്യം പറഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ റബ്ബിനറിയാലോ. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പരിഹാരം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും, അതുറപ്പാണ്. മറ്റുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു പോകും. അതേറെ നമ്മുടെ ഉമ്മാനെ, അല്ലെ നമ്മുടെ ജ്യേഷ്ഠത്തിമാരെ, അനിയത്തിമാരെ, നമുക്ക് അടുത്ത കുടുംബത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകൾ, അവരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനകളൊക്കെ അവരെ കാണുമ്പോൾ നമ്മൾ പൊട്ടിപ്പോവും. എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിഷമത്തോടു കൂടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാം, അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അതിനൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല. എനിക്കൊരുപാട് അനുഭവമുണ്ട്. നമ്മൾ പൊട്ടിക്കരഞ്ഞോണ്ട് ദുആ ചെയ്ത് നോക്കി, അത് ആ വിഷമത്തോട് കൂടിയിട്ട് അതിന് അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു തരും. എല്ലാവരുടെയും മനസ്സിലുള്ള വിഷമങ്ങൾക്ക് അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു തരട്ടെ. അതിന് ഉപകരിക്കുന്ന ഒരു ഇസ്മുമായിട്ടാണ് ഇന്നത്തെ മജ്ലിസിൽ വന്നിട്ടുള്ളത്. അതപ്പോൾ നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഇസ്മുകൾ ഒരുമിച്ച് ചൊല്ലാം. ആത്മാർത്ഥമായിട്ട് കടം വീടിക്കിട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു നൽകാൻ. അതുപോലെ എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾ സഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ 4 നാമങ്ങളാണ് നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലുന്നത്. ഇന്ന് വ്യാഴാഴ്ച രാവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ദിവസമാണ്, നല്ല ദുൽഹജ്ജ മാസമാണ്. അതുകൊണ്ട് അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹിൻ്റെ നാമം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. കടം വീടി കിട്ടാനുള്ള വഴി അള്ളാഹ് കാണിച്ചു തരാൻ, പണ്ടം എടുത്തു കൊടുക്കാനുള്ള വഴി അള്ളാഹ് കാണിച്ചു തരാൻ, മറ്റു മാനസികമായിട്ടുള്ള പ്രയാസം അള്ളാഹ് മാറ്റിത്തരാൻ, അസുഖം കൊണ്ട് ശിഫ നൽകാനും, ഓപ്പറേഷത്തിന് തിയേറ്ററിൽ കയറ്റിയവരുണ്ട്, അതുപോലെ അഡ്മിറ്റ് ആവാൻ നിൽക്കുന്നവരുണ്ട്, ടെസ്റ്റിന്റെ റിസൾട്ടിന് കാത്തു നിൽക്കുന്നവരുണ്ട്. ഇതുപോലെ നിരവധി പേരാണ് ഓരോരോരോ കാര്യം കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്നവരുള്ളത്. എല്ലാത്തിനും അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മൾ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുന്നേ ആയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഈ മാസം 13-ാം തീയതിയാണ് നാഗൂര് ഏർവാടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻഷാ അല്ലാഹ് പോകുന്നത് ഏർവാടിയിലേക്കാണ് കേട്ടോ. ഏർവാടി അവിടെ നിന്ന് 1-2 ദിവസം അവിടെ നിന്നിട്ട് അതിൻ്റെ ശേഷമാണ് നാഗൂരിലേക്ക് പോകുന്നത്. ഇത് ഞാൻ 3-ാമത്തെ പോക്കാണ്. അപ്പോൾ ഒരുപാട് പേര് കരുതിയിട്ടുള്ളത് ഞാനൊരു ബീവിയാണ്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സിയാറത്തിന് പോകുന്ന ആളാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. സിയാറത്തിന് പോവാറുണ്ട്. ഞാൻ കൂടുതലായിട്ടും പോവാറുള്ളത് മടവൂര് സിയ മക്കാമിലേക്കാണ്. ഇപ്പൊ ഈ നാഗൂര് ഏർവാടിയിലേക്ക് ഞാൻ നേർച്ച വെച്ചതാണ് 3 തവണ പോവാനും. കാരണം അസുഖമായിട്ടുള്ള ഒരു കാര്യം നിയത്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതിനെനിക്ക് ഒരുപാട് മാറ്റം തന്നിട്ടുണ്ട് അല്ലാഹു അൽഹംദുലില്ലാ. അപ്പം ഏർവാടിയിലേക്കോ നാഗൂരിലേക്കോ അവിടേക്ക് പോവാൻ പറ്റാത്ത സഹോദരിമാര്, എൻ്റെ ഉമ്മമാരൊക്കെ എന്തെങ്കിലും നേർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുക. ആരും കോൾ ചെയ്യരുത്. ആണുങ്ങൾ ആരും മെസ്സേജ് അയക്കുകയും വേണ്ട കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമുള്ള വാട്സപ്പാണിത്. അതുകൊണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ
നിങ്ങൾക്ക് ഏർവാടിയിലുള്ള നേർച്ചനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഞാനും നേർച്ച ചെയ്തു, എനിക്ക് ഫലം കിട്ടിയതാണ്. ഞാൻ 15 പേര്, നമ്മൾ കൊടുത്തത് പറയരുത് എന്നാണ്, എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫലം കിട്ടുന്നതാണ്. എനിക്ക് ഫലം കിട്ടിയതാണ്. ഞാൻ അസുഖത്തിൻ്റെ കാര്യത്തിനും അതുപോലെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിനൊക്കെ നിയ്യത്താക്കിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോവാൻ തന്നെ നേർച്ചയാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ ഒരു അസുഖം വന്നു, അതുപോലെ തന്നെ മറ്റൊരു പ്രയാസവുമുണ്ട് ശാരീരികമായിട്ടുള്ള, അതിനൊക്കെയാണ് അവിടേക്ക് നേർച്ചയാക്കി പോകുന്നത്. ഒരുപാട് സമാധാനമുണ്ട്, ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടത്തേക്ക് 15 പേർക്ക് ഫസ്റ്റായിട്ട് തന്നെ ഞാൻ നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു ഏർവാടിയിൽ ഭക്ഷണം കൊടുക്കാൻ. അൽഹംദുലില്ലാ ആദ്യത്തെ ദിവസം അങ്ങനെ കൊടുത്തു. പിന്നെ 10 പേർക്ക് ഏർവാടിയിലേക്ക് തന്നെ നേർച്ച വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാമത്തെ പോക്ക് ഏർവാടിയിൽ പോയിട്ടില്ല. രണ്ടാമത്തെ പോക്ക് നാഗൂരിലേക്ക് മാത്രമാണ് പോയത്. ഈ മൂന്നാമത്തെ പോക്കാണ് ഏർവാടിയിലേക്ക് പോകുന്നത്. ഭക്ഷണം ഞങ്ങൾ തന്നെ നേർച്ച വെച്ചിട്ടുണ്ട് അവിടെ കൊടുക്കാൻ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിലൂടെയുള്ള എൻ്റെ ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് പേര് നേർച്ചയാക്കിയവരുണ്ട്. അതൊക്കെ കൊണ്ടുപോകുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ, ഹാജത്തുകൾ, ആഗ്രഹങ്ങൾ നിറവേറാനോ അസുഖം സംബന്ധിച്ചുള്ള പ്രയാസത്തിനൊക്കെ ഏർവാടിയിലേക്ക് ഭക്ഷണം കൊടുക്കുക. അതായത് ചങ്ങലക്കിട്ട രോഗികൾക്ക്, ചങ്ങലക്കിട്ട എന്ന് പറഞ്ഞാൽ അവിടെ പള്ളിൻ്റെ മുറ്റത്ത് പരിസരത്തായി ഒരുപാട് പേരുണ്ട് അവിടെ കിടന്നുറങ്ങുന്നവർ തന്നെ. സുഖമില്ലാത്തവർ ഇങ്ങനെ ഓരോരുത്തർ പോയിട്ടാണ് അവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ തന്നെ അവിടെ ഭക്ഷണത്തിനുള്ള ഇത്ര പൊതി ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചത്തേക്കോ ഒക്കെ അവർ റെഡിയാക്കി തരും. എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുള്ളത്. കഴിഞ്ഞ തവണ ഞാൻ പോയ സമയത്ത് വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയതാണ്, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് ഏർവാടി നേർച്ച എന്ന് പറയുന്നത്. അതുപോലെ പള്ളിയിൽ നമ്മൾ നേർച്ചയാക്കി പൈസ ഇട്ട് 501, 301, 101 ഈ രീതിയിലൊക്കെ ആയിട്ട് ഓരോരോ കാര്യം നിറവേറാൻ. നമ്മുടെ കാര്യം നിറവേറിയിട്ട് ഞാൻ നേർച്ചയാക്കും, അങ്ങനെ നേർച്ചയാക്കലില്ല കേട്ടോ. നമ്മുടെ കാര്യം നിറവേറിയിട്ട് ഞാൻ കൊടുക്കുമെന്നല്ല, നമ്മൾ ആദ്യം തന്നെ നിയ്യത്താക്കിയിട്ട് ആ ഒരു വിശ്വാസത്തോടു കൂടി നിയ്യത്താക്കി കൊടുക്കുക. എന്നിട്ട് അള്ളയല്ലേ അതിന് ഫലം കാണിച്ചു തരാതിരിക്കുക, അത് അള്ളാന്റെ വക്കലാണ്. അങ്ങനെയാണ് നമ്മൾ നിയ്യത്താക്കുക. ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേര് വാട്സപ്പിലൂടെ എനിക്ക് 3 പേർക്ക് ഭക്ഷണം ഞാൻ നേർച്ചയാക്കുന്നുണ്ട്, എൻ്റെ കാര്യം നടന്നാൽ ഞാൻ കൊടുക്കുന്നു. അങ്ങനെയല്ല കേട്ടോ നേർച്ച വെക്കേണ്ടത്. നമ്മൾ ആദ്യം കൊടുക്കാനുള്ളത് കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ ഫലം റബ്ബാണ് തീരുമാനിക്കുക. അപ്പോൾ അതാണ് ഏർവാടിയിലുള്ള നേർച്ച ഞാൻ കൊടുക്കാറുള്ളത്, എനിക്കറിയാവുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും നേർച്ച അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നാഗൂരിൽ എന്ന് പറഞ്ഞാൽ അസുഖത്തിനുള്ള നീയത്തുകൾ, നേർച്ചകളാണ്. എന്ത്, ഈ നമ്മുടെ തലവേദനക്ക് വെള്ളിന്റെ തല, കൈവേദനക്ക് വെള്ളിന്റെ കൈ, നഖത്തിന്റെ ബുദ്ധിമുട്ടിന്, എൻ്റെ നഖത്തിന്റെ പ്രയാസത്തിനായിരുന്നു ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നത്. 10 കൈയിന്റെ വിരലും അതുപോലെ എൻ്റെ കാലിന്റെ വിരലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് ഇംഗ്ലീഷ് ഡോക്ടർമാരെ, ഹോമിയോ ഡോക്ടർമാരെ ഒക്കെ ഞാൻ കാണിച്ചതാണ്, ഒരു ഫലവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നാഗൂര് ഞാൻ നീയത്താക്കി വെച്ച് അവിടെ പോയതിന്റെ ശേഷമാണ്, അവിടെ ഞാൻ കൊടുത്തതിന്റെ ശേഷമാണ് എനിക്കിതിന് ഫലം കിട്ടിയിട്ടുള്ളത്. ഈ സംഭവം ഞാൻ ഈ വെള്ളിന്റെ വിരലുകൾ അവിടെ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ നഖം റാഹത്തായി വന്നിട്ടുണ്ട്. ആദ്യത്തെ പോലെ തന്നെ നഖമൊക്കെ പൊട്ടിപ്പോവലായിരുന്നു, അതുപോലെ തന്നെ വെള്ളമൊന്നും തൊടാൻ വയ്യ, നീറ്റലും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ, എൻ്റെ കൈൻ്റെ വിരലിമ നോക്കുമ്പോൾ തന്നെ എനിക്ക് ആശ്വാസമാണ് ഇപ്പൊ കാണുന്ന സമയത്ത്. അൽഹംദുലില്ലാ. അപ്പൊ ഇതുപോലെയുള്ള നേർച്ചകളാണ് നാഗൂര് പള്ളിയിലുള്ളത് കേട്ടോ. വെള്ളിത്തല, വെള്ളിക്കൈ, വെള്ളിന്റെ വയറ്, വയറ്റിലെ മുഴകൾക്ക് വെള്ളിന്റെ മുഴ, അലർജിന്റെ പ്രശ്നത്തിന് ഉപ്പ് കുരുമുളകിന്റെ പാക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം നിറവേറാൻ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് കല്യാണം റെഡിയായി കിട്ടാൻ വേണ്ടി നമ്മൾ പൈസ നേർച്ചയാക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെയൊക്കെയാണ് നാഗൂര് പള്ളിയിലുള്ള നേർച്ചകൾ എന്ന് പറയുന്നത്. ഇതുപോലെ അവിടെ എത്തിപ്പെടാൻ, അവിടെ പോവാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുക. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ. അപ്പൊ ഒരുപാട് തവണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണല്ലോ, വീഡിയോ ലെങ്ത് ആയി പോവും. നമ്മൾ മജ്‌ലിസിലേക്ക് പ്രവേശിക്കാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ആണുങ്ങൾ പുരുഷന്മാരാരും വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കരുത് കേട്ടോ. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. മജ്‌ലിസിലേക്ക് പ്രവേശിക്കാണ്. 4 ഇസ്മുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിയ്യത്താക്കി ചൊല്ലുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിയ്യത്ത് വെക്കുക. മജ്‌ലിസിൽ ഇരിക്കുന്ന സമയത്ത് 1 2 കാര്യങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. എന്നിട്ട് ഒരു അസറിന്റെ ഒക്കെ മുന്നേ ആയിട്ട് തന്നെ ഇത് നിങ്ങൾ
ചൊല്ലി തീർക്കട്ടോ. അസർ നിസ്കാരത്തിന്റെ ഒക്കെ മുന്നേ ആയിട്ട് തന്നെ ഇത് നിങ്ങൾ നിയ്യത്താക്കി ഒരുമിച്ച് തന്നെ നിങ്ങൾ ചൊല്ലി തീർക്കുക. ഇനിയിപ്പോ എന്റെ കൂടെ ആയിട്ട് ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലുക. ഇൻഷാ അള്ളാ മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കി അള്ളാഹിനെ മനസ്സിലോർത്ത് അള്ളാഹു എന്റെ മുന്നിലുണ്ട്, അള്ളാഹിന്റെ മുന്നിലിരുന്നാണ് ഞാൻ ഇത് ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാ. സാമ്പത്തികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിലാണ് റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ മുന്നിൽ ഒരു വഴിയുമില്ല റഹ്മാനെ. കടം കൊണ്ടാകെ പ്രയാസമാണ്. ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള വഴി നീ തുറന്നു നൽകണേ അല്ലാ. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. 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 യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു.
വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ 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 വഹാബു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ.
അള്ളാഹുവെ ഞങ്ങളെ ചൊല്ലിയിട്ടുള്ള നാമങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. ആരൊക്കെയാണ് ഒപ്പമായിട്ട് ചൊല്ലിയിട്ടുള്ളത് അവരുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന ടെൻഷനുകൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കല്ല. കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഒരിക്കലും വിചാരിക്കാത്ത വഴി കൂടെ അവർക്ക് നീ എത്തിച്ചു കൊടുക്ക റഹ്മാനെ. കടത്തിന്റെ ടെൻഷൻ നീ മാറ്റിക്കൊടുക്കല്ല. സ്വർണം പണയം വെച്ചത് എടുത്തു കൊടുക്കാനുള്ള വഴി നീ തുറന്നു നൽക റഹ്മാനെ. അവരെ മനസ്സിന് നീ സമാധാനവും സന്തോഷവും നൽകല്ല. ആരൊക്കെയാണ് ഒപ്പമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലിയിട്ടുള്ളത് അവർക്ക് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകല്ല. അവരുടെ മനസ്സിലെ നീയത്ത് നീ എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്ക റഹ്മാനെ. ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കല്ല. സാമ്പത്തിക ഉയർച്ച അവർക്ക് നീ നൽകണേ അല്ല. റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബേ നീ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഇസ്മിനെ നീ സ്വീകരിക്കണേ അല്ല. റഹ്മാനെ നീ സ്വീകരിക്കല്ല. നമ്മൾ 101 തവണയാണ് കേട്ടോ നിയ്യത്തായിട്ട് ചൊല്ലിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനറിയാം. ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാവരുടെ ടെൻഷനുകളും മാറ്റി തരട്ടെ. അസുഖങ്ങൾ ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. റഹ്മാനെ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. റഹ്മാനെ, നിങ്ങൾ ചെല്ലുന്ന ഇസ്മിനെയും സ്വലാത്തിനെയും ദിക്റിനെയും തസ്ബീനെയും നീ സ്വീകരിക്കണേ അല്ല. ഇതിന്റെയൊക്കെ മിഥില സവാബ് ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേ അല്ല. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ദിക്ർ തസ്ബീകൾ ഇതിന്റെ മിഥില സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല. റഹ്മാനെ, അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കല്ല. സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ വിരിപ്പും അവർക്ക് നീ നൽകണേ അല്ല. സന്തോഷത്തിന്റെ ഖബറാക്കി മാറ്റണേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് പേര് കടത്തിന്റെ പ്രയാസം പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് ദുആ ചെയ്യാൻ. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി നീ തുറന്നു നൽകി റഹ്മാനായ റബ്ബേ. അതുപോലെ തന്നെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർ, ഓപ്പറേഷത്തിന് വേണ്ടി വിരലിന്റെ അസുഖം വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റൊരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല. അസുഖം കാരണം ടെൻഷൻ അടിക്കുന്നവര്, അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കല്ല. അസുഖം നീ ശിഫ നൽകി റഹ്മാനെ. അസുഖത്തിന് നീ ശിഫ നൽകല്ല റഹ്മാനെ. നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് സമയം വേണ്ടല്ലോ. ഡോക്ടർമാർ പോലും ഒഴിവാക്കിയിട്ടുള്ളതായാലും റബ്ബെ, നീ ഒന്ന് വിചാരിച്ചാൽ അതിനൊരു സെക്കൻഡ് സമയം വേണ്ടല്ലോ റഹ്മാനെ. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതിന് നീ ശിഫ നൽകണേ അല്ലാ. റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ. റബ്ബെ, ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുള്ളത് കടം കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരാണ്. കടങ്ങൾ വീട്ടാനുള്ള വഴി നീ തുറന്നു നൽകി റഹ്മാനെ. ഞങ്ങളെ കടങ്ങൾ വീട്ടിക്കൊണ്ട് റഹ്മാനെ. റബ്ബെ, 1 കോടി പണമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഉള്ള ജീവിതത്തിൽ സമാധാനമാണ് റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകി റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ. റബ്ബെ, ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ മക്കളാക്ക് റഹ്മാനെ. ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. റബ്ബെ, ഞങ്ങൾ മാതാപിതാക്കൾ ചെയ്തു പോയ ദോഷങ്ങൾ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല. റബ്ബെ, ഞങ്ങളെ ആങ്ങളമാര് അനുജത്തിമാര് ജ്യേഷ്ഠത്തിമാര് ഞങ്ങളെ ബന്ധുമിത്രാദികൾ റഹ്മാനെ, അവരുടെയൊക്കെ ദോഷങ്ങളും പാപങ്ങളും നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല. റഹ്മാനെ, ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. റബ്ബെ, ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർ വിചാരിക്കുന്ന ജോലി അവർക്ക് നീ നൽകണേ റഹ്മാനെ. റബ്ബെ, ഒരുപാട് പേര് നിയ്യത്താക്കി നേർച്ചയാക്കിയവരുണ്ട് ജോലി സംബന്ധമായ കാര്യം പറഞ്ഞ്. അവർക്ക് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല. സന്തോഷമുള്ള ജോലി, അവർ അർഹിക്കുന്ന ജോലി, അവർ പ്രതീക്ഷിക്കുന്ന ജോലി അവർക്ക് നീ കൊടുക്ക് റഹ്മാനെ. റബ്ബെ, ശമ്പളം കിട്ടാത്തവർക്ക് ശമ്പളം കൊടുക്ക് റഹ്മാനെ. അതിനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കല്ല. എന്തൊക്കെ കാര്യത്തിന് ഓരോരുത്തർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് നിയ്യത്താക്കിയത് അവർക്ക് അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ല. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ല. റബ്ബെ, ഞങ്ങൾക്ക് ഈ മജ്ലിസ് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന മജ്ലിസ് ആക്കണേ അല്ല. ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ. ആ ഉമ്മമാരെ പുണ്യം കൊണ്ട് റഹ്മാനെ ഞങ്ങളെ മജ്ലിസിലെ ദുആനെ നീ സ്വീകരിക്കല്ല. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാന്റെ കാലുവേദനയാണ്. റഹ്മാനെ, ആ ഉമ്മാന്റെ കാലുവേദന നീ ഷിഫയാക്കി കൊടുക്ക്. എല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. അള്ളാഹു അവരുടെ കാലുവേദന എത്രയും പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.